Dear students, welcome to all. നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിലെ 2 വർഷത്തെ കോഴ്സ് വളരെ വിജയകരമായി തന്നെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ 3ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 2 സെമസ്റ്റർ കൂടെ നമുക്കിതിനകത്ത് ബാക്കിയുള്ള കോഴ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഏകദേശം 3ൽ 2 ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ 5ാമത്തെ സെമസ്റ്റർ അതുപോലെ തന്നെ 6ാമത്തെ സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകളെല്ലാം വരുന്ന സെമസ്റ്ററുകളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി തന്നെ അത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഒരു 3 വർഷത്തെ കോഴ്സ് 3 വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. എന്തെങ്കിലും പെൻഡിങ് പേപ്പേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ എഴുതുന്ന 4th സെമസ്റ്ററിൻ്റെ കൂടെയും അതുപോലെ ബാക്കിയുള്ളത് 5th സെമസ്റ്ററിൻ്റെ കൂടെയും ക്ലിയർ ചെയ്യാം. 6th സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുമ്പോൾ അതുവരെയുള്ള എല്ലാ പരീക്ഷകളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. നിങ്ങൾക്കതിന് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ സെമസ്റ്ററിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന 2 പേപ്പേഴ്സുകളാണ്. ഒന്ന് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റും ഇത് തിയറി പേപ്പറാണ്. അതേപോലെ തന്നെ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കൽ പേപ്പർ കൂടെ ഉണ്ട്. ഈ തിയറി സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്ന ആ കൺസെപ്റ്റ്സുകളെല്ലാം നമ്മൾ ലാബിൽ ചെന്നിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക. അതാണ് നമ്മളതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 തിയറിയും പ്രാക്ടിക്കലും പാരലായതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിരിക്കും ഈ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരേ സെമസ്റ്ററിൽ തന്നെ തിയറിയും പ്രാക്ടിക്കലും കൂടി വരുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്തെല്ലാം കണ്ടൻസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് 4 മൊഡ്യൂൾസ് ആണുള്ളത്. ആ 4 മൊഡ്യൂളിൽ നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അതായത് ഊപ്സിൻ്റെ കൺസെപ്റ്റ്സ്. അപ്പോൾ ഊപ്സ് നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടാവും. നമുക്കറിയാം, നമ്മൾ 3rd സെമസ്റ്ററിൽ നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ട്. അത് C++ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഊപ്സിൻ്റെ കൺസെപ്റ്റ്സ്, അതായത് ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ കോൺസെപ്റ്റ്സ് തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, കോൺസെപ്റ്റ്സ് നമ്മൾ ജാവയിലാണ് പഠിക്കുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++ന് പകരം ജാവയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ആ ഡീറ്റെയിൽസുകളൊക്കെയാണ്, എന്തൊക്കെയാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ മെയിനായിട്ടുള്ള സംഗതികൾ, അതെല്ലാം ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ത്രെഡിങ്, എക്സെപ്ഷൻസ് ആൻഡ് ആപ്ലെറ്റ്സ്. ഇങ്ങനെ 3 കൺസെപ്റ്റ്സുകളാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്നത്. ഈ പേരൊന്നും കണ്ട് ഇപ്പം ഞെട്ടേണ്ട ആവശ്യമില്ല, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ ഒരു ജാവ ഉപയോഗിച്ച് മൾട്ടി ത്രെഡഡ് ആപ്ലിക്കേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതിൽ വരുന്ന എക്സെപ്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതുപോലെ ആപ്ലെറ്റ്സ് പ്രോഗ്രാംസ് എങ്ങനെ റൈറ്റ് ചെയ്യും. ഈ കൺസെപ്റ്റ്സുകളാണ് മൊഡ്യൂൾ 2ൽ വരുന്നത്. 3rd മൊഡ്യൂളിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആൻഡ് സോക്കറ്റ്സ്, അത് URL, നമ്മളെല്ലാം വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഒരു URL എന്താണെന്ന് നമുക്കറിയാം, വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിനാണ് നമ്മൾ URL എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് URL, ആ URL എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ 3rd മൊഡ്യൂളിനകത്ത് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സോക്കറ്റ് പ്രോഗ്രാമിംഗ്, നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസാണ് സോക്കറ്റ് പ്രോഗ്രാമിംഗ്. ഈ 4th മൊഡ്യൂളിലാണ് ജാവ RMI ആൻഡ് ക്ലയൻറ്റ് സെർവർ കോൺസെപ്റ്റ്സ്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസ്, ആ ചാറ്റിംഗ് ആപ്ലിക്കേഷൻസ്, നമ്മൾ വാട്സപ്പൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക? ഇത് ഡെസ്ക്ടോപ്പ് PC ബേസ്ഡ് ആണ്. അത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, തിരിച്ചവിടുന്ന് അങ്ങോട്ടേക്ക് റിപ്ലൈ വരുന്നു. അതുപോലെയുള്ള ചാറ്റിംഗ് ആപ്ലിക്കേഷൻസ്, ക്ലയൻറ്റ് സെർവർ കൺസെപ്റ്റ്സ്, അതാണ് ലാസ്റ്റ് 4th മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ആ സിലബസിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഔട്ട്ലൈൻസ്. ഓക്കെ, അപ്പോൾ 4 മൊഡ്യൂൾസിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഊപ്സിൻ്റെ കൺസെപ്റ്റ്സ് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ജാവയുടെ സിൻടാക്സ്, അതിൻ്റെ സ്ട്രക്ചേഴ്സ്, കാര്യങ്ങളെല്ലാം പഠിക്കും. സെക്കൻഡ് മൊഡ്യൂളിൽ മൾട്ടി ത്രെഡിങ് എന്നാൽ എന്താണ്, എക്സെപ്ഷൻസ്, ആപ്ലെറ്റ്സ്, ഈ ടോപ്പിക്സുകളൊക്കെയാണ് കവർ ചെയ്യുന്നത്.
തേർഡ് മൊഡ്യൂളിൽ URL, അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, പിന്നെ സോക്കറ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ്, എന്താണ് സോക്കറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. മൊഡ്യൂൾ 4ൽ RMI ആൻഡ് ക്ലയൻറ്റ് സെർവർ കൺസെപ്റ്റ്. RMI എന്ന് പറഞ്ഞാൽ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആ മൊഡ്യൂൾ പഠിക്കുമ്പോൾ പറയും. ജസ്റ്റ് എന്താണ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് 4 മൊഡ്യൂൾസിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. OOPSൻ്റെ കോൺസെപ്റ്റ്സ് ആണ്. OOPSൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുന്നത് ജാവ ലാംഗ്വേജിലാണ്. അടുത്തതായിട്ട് നമുക്ക് ജാവേൻ്റെ ഇൻട്രൊഡക്ഷൻ, എന്താണ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഓൾറെഡി C++ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ C++നകത്ത് നമ്മൾ OOPSൻ്റെ കൺസെപ്റ്റും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ജാവ ലാംഗ്വേജിൽ പിന്നെ എന്തിനാണ് OOPSൻ്റെ കൺസെപ്റ്റ് പഠിക്കുന്നത്? അതായത് ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും ഏറ്റവും കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ജെയിംസ് ഗോസ്ലിംഗ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ജെയിംസ് ഗോസ്ലിംഗ്. അപ്പം അദ്ദേഹം സൺ മൈക്രോ സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 1995 ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സൺ മൈക്രോ സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനീനെ ഒറാക്കിൾ എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒറാക്കിളിൻ്റെ അണ്ടറിലാണ് ജാവ, അല്ലെങ്കിൽ ഈ സൺ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനീനെ ഒറാക്കിൾ അക്വയർ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഒറാക്കിൾ എന്ന് പറയുന്ന കമ്പനീൻ്റെ അണ്ടറിലാണ് ജാവ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ജാവ പ്രോഗ്രാമിങ്ങിനെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്ന പേര് ഓക്ക് എന്നാണ്. ഓക്ക് ട്രീ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു ട്രീയുടെ പേരാണ്. ആ പേരായിരുന്നു ആദ്യം ജാവക്ക് ഇട്ടിരുന്നത്, ഓക്ക് എന്നായിരുന്നു. അതിനുശേഷമാണ് പിന്നെ അത് ജാവ എന്നാക്കി മാറ്റിയത്. അപ്പോൾ ഈ ജാവ എന്ന് പറയുന്ന പേര് വരുന്നത് ഇന്തോനേഷ്യയിലെ ജാവ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഐലൻഡിൽ ജാവ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോഫിയാണ്. അപ്പം ആ പേരാണ് ഈ ജാവക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഐക്കൺ എന്ന് പറഞ്ഞൊരു കോഫിയുടെ ഒരു കപ്പാണ്. ഇത് ആ ജാവ കോഫിയിൽ നിന്നിട്ട് ആണ് ഈ ഒരു ഐക്കണിൻ്റെ ഡിസൈൻ അവർ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ജാവയുടെ എംബ്ലം അല്ലെങ്കിൽ ലോഗോ. ഇനി ഈ ജാവ സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ജാവ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് JDK ഓർ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ജാവ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ JDK ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ആ JDK വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ലിനക്സിന്, മാക് OSന് അങ്ങനെ ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഓരോ ആപ്ലിക്കേഷൻ ലെവൽ, ഇപ്പോൾ മൈക്രോ എഡിഷൻ ഉണ്ട് ജാവയുടെ മൊബൈൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് എഡിഷൻസ് ഉണ്ട്, എൻ്റർപ്രൈസ് എഡിഷൻസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ജാവയുടെ ഡിഫറെൻറ്റ് വേർഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ലാബിൽ ചെയ്യാനൊക്കെ ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ജാവ എഡിഷൻ മതിയാവും. അത് നമുക്ക് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജാവ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് JDK, ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ആയിട്ടാണ് നമുക്കത് അവൈലബിൾ ആവുന്നത്. ഇനി വാട്ട് ഈസ് ദ പോപ്പുലാരിറ്റി ഓഫ് ജാവ? ഓക്കെ, അപ്പോൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം ഇതാണ്. ഈ സ്ക്രീന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അറൗണ്ട് 3 ബില്യൺ ഡിവൈസസ് റൺ ജാവ. 3 ബില്യൺ എന്ന് പറഞ്ഞാൽ അത്ര, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 crores ആണ്, 100 കോടിയാണ് 1 ബില്യൺ. അപ്പോൾ 3 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 300 കോടി ഡിവൈസുകൾ ജാവ പ്രോഗ്രാമേഴ്സ് കറൻ്റ്ലി ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപാട് ഡിവൈസസുകൾ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കാണുന്ന സെറ്റ് ടോപ്പ് ബോക്സ് മുതൽ റൗട്ടർ, സ്വിച്ചസ്, ബ്ലൂറൂത്ത് പ്ലെയർ, അങ്ങനെ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, വാഷിംഗ് മെഷീൻസ്, അങ്ങനെ ഇഷ്ടം പോലെ ഡിവൈസസ് നമുക്ക് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി, ജാവാൻ്റെ പോപ്പുലാരിറ്റി. ജസ്റ്റ് നമുക്കിവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ റേറ്റിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്.
ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ജാവ ഉണ്ട്, C++, പൈത്തൺ, C#, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പോപ്പുലാരിറ്റിയാണ് ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 2002 മുതൽ 2018 വരെയുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ റേറ്റിംഗ് ആണ് ഈ കാണുന്നത്. പ്രോഗ്രാമേഴ്സ് ഈ ലാംഗ്വേജ് എത്ര പ്രോഗ്രാമേഴ്സ് ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജാവ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. 2002 മുതൽ ഏകദേശം 2018 വരെ അത് ഓൾവേസ് ടോപ്പിലാണ് ജാവേൻ്റെ പൊസിഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രാഫിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പോപ്പുലാരിറ്റിയാണ്. ഈ സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് 1980-ലാണ്, 1980-കളിൽ. ഏകദേശം 39-40 വർഷമായി ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ട്. ഇപ്പോഴും വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ സി എന്ന് പറയുന്ന ലാംഗ്വേജും ഇൻക്ലൂഡ് ചെയ്തത്. അതുപോലെ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള വേൾഡിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും നിങ്ങളുടെ സിലബസിലുണ്ട്. C++ ആൻഡ് ജാവ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങിന് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ് നമ്മൾ ജാവ ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തതും നമ്മളതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നതും. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ജാവേൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 300 ബില്യൺ ഡിവൈസസിൽ ജാവ യൂസ് ചെയ്യുന്നുണ്ട്. ആ 300 ബില്യൺ ഡിവൈസസ് പല ടൈപ്പിൽ വരുന്ന ഡിവൈസസ് ആയിരിക്കും, പല ഏരിയയിൽ ഉപയോഗിക്കുന്ന ഡിവൈസസ്. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകൾ മാത്രം നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ജാവയുടെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആപ്ലിക്കേഷൻസ്, ബാങ്കിങ് സോഫ്റ്റ്വെയർസ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ്, അങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് ബിസിനസ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാണ്. വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, അതുപോലെ ക്ലൗഡ് സ്റ്റോറേജ്, ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, then ATM മെഷീൻസ് പോലത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാനുള്ള, then ഗെയിമിംഗ് ആൻഡ് ആനിമേഷൻ പ്രോഗ്രാമിംഗ്, ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഏരിയയിൽ നമുക്ക് ജാവ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. ഒക്കെയാണ് ജാവൻ്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏരിയ. അപ്പോൾ നമ്മൾ ഈ ജാവയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചത് നമ്മുടെ സിലബസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട മോഡ്യൂൾസ് എന്തൊക്കെയാണ്, അതുപോലെ ജാവേൻ്റെ ഒരു വളരെ ചെറിയ ഒരു ബ്രീഫ് ഹിസ്റ്ററി. ജാവ ഡെവലപ്പ് ചെയ്തത് ജെയിംസ് ഗോസ്ലിംഗ് സൺ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ സൺ മൈക്രോ സിസ്റ്റംസ് ഓറാക്കിളിൻ്റെ അണ്ടറിലാണ്. ഓറാക്കിളാണ് ജാവ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. പിന്നെ ജാവ സോഫ്റ്റ്വെയറിൻ്റെ പോപ്പുലാരിറ്റിയാണ് ഇപ്പോഴും വേൾഡിൽ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. ജാവ ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡ് മൊബൈൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ജാവ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇനി മൊബൈൽ എഡിഷൻസിലും നമുക്ക് മൊബൈൽ ഡിവൈസസിലും ജാവ പ്രോഗ്രാമിൻ്റെ യൂസേജ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഇനി നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ സിലബസിലെ ഓരോ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.